വിഴിഞ്ഞം തീരം തൊട്ട് ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന ആദ്യമായാണ് സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഐറീന എത്തുന്നത്. മലയാളിയായ തൃശൂർ സ്വദേശി വില്ലി ആന്റണിയാണ് പടുകൂറ്റൻ കപ്പലിന്റെ ക്യാപ്റ്റൻ. സിംഗപ്പൂരിൽ നിന്നെത്തുന്ന കപ്പൽ വിഴിഞ്ഞം വഴി യൂറോപ്പിലേക്ക് പോകും. വിഴിഞ്ഞത്ത് നിന്ന് ടിൻഡുദാസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് മറ്റൊരു ചരിത്ര നിമിഷം കൂടി വന്നിരിക്കുകയാണ്. MSC, അതായത് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഏറ്റവും കൂറ്റൻ ചരക്ക് കപ്പലായിട്ടുള്ള MSC ഐറീന വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ടിരിക്കുകയാണ്. ഏപ്രിൽ 29 സിംഗപ്പൂരിൽ നിന്നും യാത്ര ആരംഭിച്ച കപ്പൽ ഏതാണ്ട് 6 കൂടി വിഴിഞ്ഞം പുറംകടലിലെത്തുകയായിരുന്നു. 9 ആയിട്ടുള്ള ഇന്ന് ഈ കപ്പൽ ബർത്ത് ചെയ്തു. ഇവിടുന്ന് ചരക്കുകൾ ഇറക്കിയതിനു ശേഷം കപ്പൽ പോകുന്നത് യൂറോപ്പിലേക്കാണ്. സ്പെയിനിലെ തുറമുഖത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത്. 16,000-ഓളം കണ്ടെയ്നറുകൾ ഈ കപ്പലിലുണ്ട്. അതിൽ 4,000 കണ്ടെയ്നറുകൾ വിഴിഞ്ഞം തീരത്ത് ഇറക്കുമെന്നും നമുക്കറിയാൻ സാധിക്കുന്നു. 399 മീറ്ററാണ് കപ്പലിൻ്റെ നീളമെന്ന് പറയുന്നത്. 4 ഫുട്ബോൾ മൈതാനങ്ങളെക്കാൾ വലിപ്പമുള്ള കപ്പൽ വിഴിഞ്ഞം തീരത്തെത്തുക എന്ന് പറയുന്നത് ചരിത്ര നേട്ടത്തിൻ്റെ ഭാഗമാണ്. ദക്ഷിണേഷ്യയിൽ ആദ്യമായിട്ടാണ് ഐറീന സീരീസിലെ ഒരു കപ്പൽ എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിലെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഒരു മലയാളിയാണ്. തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള വില്ലി ആന്റണിയാണ് ഈ കപ്പലിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അദ്ദേഹം വലിയ രീതിയിലുള്ള സന്തോഷം പങ്കുവച്ചിരുന്നു. സ്വന്തം രാജ്യത്തേക്ക് തൻ്റെ പാഷനുമായി എത്തുക എന്ന് പറയുന്നത് അഭിമാനകരമായിട്ടൊരു കാര്യമാണ്. പക്ഷേ കാർഗോ ചേഞ്ചിങ് സംവിധാനമില്ലാത്തത് കൊണ്ട് തന്നെ വിഴിഞ്ഞം തീരത്ത് ഇറങ്ങാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. ഏതാണ്ട് ഈ 16 മീറ്ററിൽ താഴെ തുറമുഖത്ത് കപ്പൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരുപക്ഷെ വിഴിഞ്ഞം തീരത്തെ സംബന്ധിച്ചിടത്തോളം 2ാമത്തെ തവണയാണ് ഒരു കപ്പൽ മോറിംഗ് ചെയ്യുന്ന സമയത്ത് കടലിൽ കലങ്ങുക എന്ന് പറയുന്നത്. അത്രയും ആഴത്തിൽ കപ്പൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് ഈ ട്രയൽ റൺ കഴിഞ്ഞ് 5 മാസങ്ങൾ പിന്നിടുമ്പോൾ 340-ലധികം മദർഷിപ്പുകൾ വിഴിഞ്ഞം തീരത്തെത്തിയിട്ടുണ്ട്. കണ്ടെയ്നറുകൾ കൈമാറ്റം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം, മാരിടൈം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂറ്റൻ അല്ലെങ്കിൽ ഏറ്റവും ഭീമമായിട്ടുള്ള കുതിച്ചുചാട്ടമാണ് ഒരു പക്ഷേ ഈ വിഴിഞ്ഞം തുറമുഖത്ത് സാധ്യമാകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം തന്നെ ഏറ്റവും വലിയ മാരിടൈം ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ തുറമുഖം അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചു പായുകയാണ്. ക്യാമറമാൻ വിച്ചു സായിക്കൊപ്പം വിഴിഞ്ഞത്ത് നിന്നും ടിൻഡുദാസ്, ജനം, തിരുവനന്തപുരം.